ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള തീരുമാനമാണ് എല്ലാ കാലത്തും കൈക്കൊണ്ടിട്ടുള്ളതെന്ന് സ്പീക്കർ ഓം ബിർള ലോക്സഭയിൽ. രാജ്യസഭയിൽ ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചർച്ച ഇന്നും തുടരും. നയരൂപീകരണത്തിൽ വനിതാ കർഷകർക്ക് കൂടുതൽ പങ്കാളിത്തം നൽകുന്നത് കാർഷിക വളർച്ചയ്ക്ക് സഹായകരമാകുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സംഘർഷം രൂക്ഷമായ ലബനനിൽ യുഎൻ സമാധാന സേനാംഗങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഇന്ത്യ. ലബനൻ, ഖത്തർ എന്നിവിടങ്ങളിൽ നിന്ന് പൌരന്മാരെ മടക്കി അയച്ചതായി ഇന്ത്യൻ എംബസി. യുഎസ് ഇസ്രായേൽ ആക്രമണത്തിന് തിരിച്ചടി ശക്തമാക്കി ഇറാൻ. 2 ഇന്ത്യൻ എണ്ണക്കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ അനുമതി. കേരളത്തിലെ ആദിവാസി ഉന്നതികളിൽ പൂർണ്ണമായും വൈദ്യുതി എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലായ ദണ്ഡി യാത്രയുടെ 96ാം വാർഷിക ദിനം ഇന്ന്. വാർത്തകൾ വിശദമായി. വിവിധ വിഷയങ്ങളെ ചൊല്ലി ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. രാവിലെ 11 മണിക്ക് സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ ചോദ്യോത്തരവേള പ്രതിപക്ഷം തടസ്സപ്പെടുത്തി. തുടർന്ന് 12 മണിവരെ സഭ നിർത്തിവച്ചു. വീണ്ടും പുനരാരംഭിച്ചപ്പോൾ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ സ്പീക്കർ ഓം ബിർള അഭിസംബോധന ചെയ്തു. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള തീരുമാനമാണ് കൈക്കൊണ്ടിട്ടുള്ളതെന്നും ഓം ബിർള പറഞ്ഞു. ധനമന്ത്രി നിർമ്മല സീതാരാമൻ 2026ലെ ധനവിനിയോഗ ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. രാജ്യസഭയിൽ ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇന്നും തുടരും. നയരൂപീകരണത്തിലും തീരുമാനങ്ങൾ എടുക്കുന്നതിലും വനിതാ കർഷകർക്ക് കൂടുതൽ പങ്കാളിത്തം നൽകുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന കാർഷിക വളർച്ചയ്ക്ക് സഹായകരമാകുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കാർഷിക ഭക്ഷ്യമേഖലകളിലെ സ്ത്രീകളുടെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ആഗോള സമ്മേളനം ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. എല്ലാ തലങ്ങളിലുമുള്ള സ്ത്രീകളുടെ പങ്കാളിത്തം ലിംഗസമത്വം ഉൾക്കൊള്ളുന്ന കാർഷിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുമെന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. It is important to encourage leadership among women who are engaged in agriculture, especially agri-food systems. India has chosen the strategy of women-led development. Women in agriculture sector should get a greater role in policy formulation, decision-making and leadership positions. Larger participation in women at all levels in the sector will promote gender-inclusive agricultural growth. പുരോഗതി കൈവരിക്കുക, പുതിയ ഉയരങ്ങൾ കീഴടക്കുക എന്ന പ്രമേയത്തിലൂന്നി നടക്കുന്ന 3 ദിവസത്തെ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി ശിവരാജ് ചൌഹാനും പങ്കെടുത്തു. ഇസ്രായേലും ഹിസ്ബുള്ളയും രൂക്ഷമായി ഏറ്റുമുട്ടുന്ന ലബനനിൽ യുഎൻ സമാധാന സേനാംഗങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. സമാധാന സേനാംഗങ്ങൾ ഒരു തരത്തിലുമുള്ള ആക്രമണത്തിനോ ഭീഷണിക്കോ ഇരയാകരുതെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി സുരക്ഷ ഉറപ്പാക്കണമെന്നും ഇന്ത്യയടക്കം 30 രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. കഴിഞ്ഞയാഴ്ച തെക്കൻ ലബനനിൽ കനത്ത വെടിവയ്പിൽ 3 ഘാന സമാധാന സേനാംഗങ്ങൾക്ക് പരിക്കേറ്റിരുന്നു. ഗൾഫ് മേഖലയിൽ ആക്രമണത്തിനെത്തിയ 954 ഇറാനിയൻ മിസൈലുകളും 2500 ഡ്രോണുകളും 17 വിമാനങ്ങളും GCC രാജ്യങ്ങൾ തടഞ്ഞതായി ഐക്യരാഷ്ട്രസഭയിലെ ബഹ്റിന്റെ സ്ഥിരം പ്രതിനിധി ജമാൽ ഫാരേസ് അൽ റോവായ്. GCC രാജ്യങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ വ്യാപാര സമുദ്രപാതകളിൽ പ്രതിസന്ധി സൃഷ്ടിച്ചത് ആഗോള സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തങ്ങളുടെ കര വ്യോമാതിർത്തിയും പ്രാദേശിക ജലാശയങ്ങളും ആക്രമണത്തിന് ഉപയോഗിക്കില്ലെന്ന് UAE വ്യക്തമാക്കിയിട്ടും ഇറാൻ തങ്ങളെ ആക്രമിച്ചതായി UAE സ്ഥിരം പ്രതിനിധി മുഹമ്മദ് അബു ഷഹാബ് കുറ്റപ്പെടുത്തി. എണ്ണശേഖരണം വിതരണം ചെയ്യാനുള്ള അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസിയുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. ആഗോള എണ്ണ വിതരണം സ്ഥിരപ്പെടുത്തുന്നതിനായി കരുതൽ ശേഖരത്തിൽ നിന്ന് 40 കോടി ബാരൽ പുറത്തിറക്കുമെന്ന് ഏജൻസി അറിയിച്ചിരുന്നു. അന്താരാഷ്ട്ര ഊർജ്ജ സഹകരണത്തിൽ ഇന്ത്യ സജീവ പങ്കാളിയാണെന്നും മധ്യപൂർവ്വ മേഖലയിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്ത് LPG ഉൽപാദനം 25% വർദ്ധിച്ചതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ. രാജ്യത്തിന്റെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ 70%വും ഹോർമുസ് കടലിടുക്കിന് പുറത്തുനിന്നായതിനാൽ ഇന്ത്യയുടെ ഇന്ധന വിതരണ ശൃംഖല സുരക്ഷിതമാണ്. 40 രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്നും അവർ പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷം കണക്കിലെടുത്ത് ലബനൻ, ഖത്തർ എന്നിവിടങ്ങളിൽ നിന്ന് പൌരന്മാരെ മടക്കി അയച്ചതായി ഇന്ത്യൻ എംബസി. ബെയ്റൂത്തിൽ നിന്നുള്ള 177 ഇന്ത്യൻ പൌരന്മാർ അടങ്ങുന്ന ആദ്യ സംഘവും ഖത്തറിൽ നിന്നുള്ള 500-ലധികം ഇന്ത്യക്കാരും ഇന്ത്യയിലേക്ക് മടങ്ങിയതായി ഖത്തറിലെയും ലബനനിലെയും ഇന്ത്യൻ എംബസികൾ അറിയിച്ചു.
ലെബനനിലെ ഇന്ത്യൻ അംബാസഡർ ബെയ്റൂത്ത് റാഫിക് ഹരീരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് സംഘത്തെ യാത്രയച്ചു. കൂടുതൽ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിനായി ഖത്തർ എയർവേസ് ഇന്ന് ഇന്ത്യയിലേക്ക് 2 അധിക വിമാന സർവീസ് നടത്തുമെന്ന് എംബസി വ്യക്തമാക്കി. ഇന്ത്യൻ പൌരന്മാർക്ക് പാസ്പോർട്ട് വേഗത്തിൽ ലഭ്യമാക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തും. നിലവിലെ സാഹചര്യം കാരണം പാസ്പോർട്ട് അപേക്ഷകൾ സ്വീകരിക്കുന്നതിനായി എല്ലാ ദിവസവും എംബസി തുറന്നിരിക്കും. തൽക്കാൽ പാസ്പോർട്ടുകൾ 1 മുതൽ 2 ദിവസത്തിനുള്ളിൽ വിതരണം ചെയ്യുമെന്നും എംബസി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ആകാശവാണി. 2 ഇന്ത്യൻ എണ്ണക്കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ അനുമതി നൽകി ഇറാൻ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും തമ്മിലുള്ള ചർച്ചകളെ തുടർന്നാണ് നിർണായക നീക്കം. ഇന്ത്യയുടെ പുഷ്പക്, പരിമൾ എന്നീ കപ്പലുകളാണ് ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോകാൻ അനുമതി നൽകിയത്. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യവും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. US ഇസ്രായേൽ ആക്രമണത്തിന് ഇറാൻ തിരിച്ചടി ശക്തമാക്കിയതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമായി തുടരുന്നു. 12 ദിവസം പിന്നിട്ട യുദ്ധം ഗൾഫിൽ നിന്നുള്ള ഇന്ധന നീക്കത്തെ തടസ്സപ്പെടുത്തുകയും മേഖലയിലെ വ്യോമഗതാഗതത്തിന് ഭീഷണിയുയർത്തുകയും ചെയ്തു. ടെഹ്റാനിൽ ഇന്നലെയും ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള തീവ്രവാദികളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇറാഖിലെ ബസ്രയ്ക്ക് സമീപം അമേരിക്കൻ ഉടമസ്ഥതയിലുള്ള എണ്ണക്കപ്പൽ ആക്രമിക്കപ്പെട്ടു. ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. മാർഷൽ ഐലൻഡ്സ് പതാക വഹിച്ച സേഫ് സി വിഷ്ണു എന്ന കപ്പലിന് നേരെയാണ് ആക്രമണം. കപ്പലിലെ 15 ഇന്ത്യൻ ജീവനക്കാരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയതായി ഇറാഖിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ഡൽഹിയിലെ ഇന്ത്യ ഇസ്രായേൽ സംയുക്ത പ്രതിരോധ കേന്ദ്രത്തിൽ തീപിടുത്തമുണ്ടായതായും നിരവധി തൊഴിലാളികൾ മരിച്ചതായും സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരം വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും വ്യാജ വാർത്തകളിൽ നിന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വസ്തുതാ പരിശോധനാ യൂണിറ്റ് അറിയിച്ചു. 2040ഓടെ വൈദ്യുതി ഉൽപ്പാദനം പൂർണ്ണമായും പുനരുപയോഗ സാധ്യതയുള്ള സ്രോതസ്സുകളെ ആശ്രയിച്ചിരിക്കണം എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ കാഴ്ചപ്പാടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആദിവാസി ഉന്നതികളിൽ പൂർണ്ണമായും വൈദ്യുതി എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇടുക്കി പള്ളിവാസൽ വിപുലീകരണ പദ്ധതിയുടെ കമ്മീഷനിംഗും ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സുവർണ ജൂബിലി ആഘോഷവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 1976 ഫെബ്രുവരിയിലാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി നാടിന് സമർപ്പിച്ചത്. ഇന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലായ ദണ്ഡി യാത്ര ആരംഭിച്ചതിന്റെ 96ാം വാർഷിക ദിനം. ഉപ്പ് ഉൽപ്പാദനത്തിന്മേലുള്ള ബ്രിട്ടീഷ് കുത്തകയ്ക്കെതിരെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ 1930 മാർച്ച് 12-ന് സബർമതി ആശ്രമത്തിൽ നിന്ന് തീരദേശ ഗ്രാമമായ ദണ്ഡിയിലേക്ക് നടത്തിയ പ്രതിഷേധയാത്ര ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിന്റെ കരുത്തുറ്റ പ്രതീകമാണ്. മഹാത്മാഗാന്ധിക്കും ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത എല്ലാ സ്വാതന്ത്ര്യസമര സേനാനികൾക്കും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ആകാശവാണി പത്തനംതിട്ട ജില്ലാ മുൻ പ്രതിനിധിയും ജീവൻ TV റിപ്പോർട്ടറുമായിരുന്ന ബിജി വർഗീസ് അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. സംസ്കാര ചടങ്ങുകൾ ഇന്ന് ഉച്ചകഴിഞ്ഞ് നൂറനാട് പടനിലം സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടക്കും. ജമ്മുകാശ്മീർ മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് പ്രസിഡന്റുമായ ഫറൂഖ് അബ്ദുള്ളയ്ക്ക് നേരെ വധശ്രമം. അദ്ദേഹം പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. ജമ്മുവിൽ ഇന്നലെ രാത്രിയോടെയായിരുന്നു സംഭവം. ജമ്മു പുരാനി മണ്ഡിയിലെ കമൽ സിംഗ് ജാംവാളാണ് പ്രതിയെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതേസമയം ഫറൂഖ് അബ്ദുള്ളയ്ക്കെതിരെയുണ്ടായ ആക്രമണത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് കേന്ദ്രമന്ത്രി JP നഡ്ഡ രാജ്യസഭയിൽ പറഞ്ഞു. രജൌരി ജില്ലയിലെ നിയന്ത്രണ രേഖയിൽ നുഴഞ്ഞുകയറ്റ ശ്രമത്തിനിടെ ലഷ്കർ ഇ തോയ്ബ ഭീകരൻ കൊല്ലപ്പെട്ടു. പാക് അധിനിവേശ ജമ്മുകാശ്മീർ സ്വദേശി ഹംസ യൂസഫാണ് കൊല്ലപ്പെട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള തീരുമാനമാണ് എല്ലാ കാലത്തും കൈക്കൊണ്ടിട്ടുള്ളതെന്ന് സ്പീക്കർ ഓം ബിർള ലോക്സഭയിൽ. രാജ്യസഭയിൽ ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചർച്ച ഇന്നും തുടരും. നയരൂപീകരണത്തിൽ വനിതാ കർഷകർക്ക് കൂടുതൽ പങ്കാളിത്തം നൽകുന്നത് കാർഷിക വളർച്ചയ്ക്ക് സഹായകരമാകുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സംഘർഷം രൂക്ഷമായ ലെബനനിൽ UN സമാധാന സേനാംഗങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഇന്ത്യ. ലെബനൻ, ഖത്തർ എന്നിവിടങ്ങളിൽ നിന്ന് പൌരന്മാരെ മടക്കി അയച്ചതായി ഇന്ത്യൻ എംബസി. US ഇസ്രായേൽ ആക്രമണത്തിന് തിരിച്ചടി ശക്തമാക്കി ഇറാൻ. 2 ഇന്ത്യൻ എണ്ണക്കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ അനുമതി. കേരളത്തിലെ ആദിവാസി ഉന്നതികളിൽ പൂർണ്ണമായും വൈദ്യുതി എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലായ ദണ്ഡി യാത്രയുടെ 96ാം വാർഷിക ദിനം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.